ശ്രീത്തെ പഹൽഗാം ആക്രമണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടപ്പിലാക്കി. നിരവധി ചെറിയ ചെറിയ സംഘർഷങ്ങളുണ്ടായി. ഇപ്പോൾ കാശ്മീർ ശാന്തമാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് CPM-ന് ബോധോദയം വന്നത് ഒന്ന് കാശ്മീർ വരെ പോകണം. എന്നാലും MA ബേബിയുടെ നേതൃത്വത്തിൽ ഒരു കാശ്മീർ പോകാൻ ഒരു സംഘം റെഡിയായിരിക്കണം. അതാണ് ഇപ്പം പോയ തിരക്കില്ലല്ലോ. കാരണം ഈ സംഘർഷത്തിന് പിന്നാലെ ജനങ്ങൾ ഇപ്പോൾ പലരും അങ്ങോട്ട് പോകാൻ മടിക്കുകയാണ്. ഇപ്പോൾ പോവുകയാണെങ്കിൽ MA ബേബിയുടെ നേതൃത്വത്തിൽ അതിൽ ഒരു യുവതലമുറയുടെ ആൾക്കാർ തന്നെ ഉണ്ടല്ലോ. ഈ യാത്രകൾ ചിത്രീകരിക്കാൻ പറ്റിയ ജോൺ ബ്രിട്ടാസ് ഉണ്ട്, ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ, വെങ്കടേശ്വരൻ, റഹീം, അങ്ങനെ തുടങ്ങിയ നിരവധി ആൾക്കാരാണ് ഇപ്പോൾ ഈ സംഘത്തെ MA ബേബി നയിക്കുന്ന സംഘം. കാരണം ഈ പെഹൽഗാമിന് മുൻപ് അറിയാമല്ലോ, കാശ്മീരിലേക്ക് കോടിക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇരച്ചെത്തിയത്. പല വാർത്തകൾ തന്നെ ഉണ്ടല്ലോ, കോടിക്കണക്കിന് വരുമാനം ലഭിക്കുന്നു, കോടിക്കണക്കിന് ജനങ്ങൾ വരുന്നു, ആ രീതിയിൽ വലിയ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ പോവുകയാണെങ്കിൽ ഇനി എന്തായാലും തിരക്ക് വർദ്ധിപ്പിക്കും. കാരണം കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുവാൻ വേണ്ടിയാണല്ലോ പാകിസ്ഥാനിൽ കയറി വലിയ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കരമായിട്ടൊരു അഡ്വർടൈസ്മെന്റ് ആക്കണം. ഈ CPM നേതാക്കൾ കാശ്മീരിലേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവനും പരക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു ഇതുണ്ടാക്കണം. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് CPM എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം നിൽക്കുന്ന ചൈന പോലുള്ള പല രാജ്യങ്ങൾ, അപ്പൊ കാശ്മീരിലേക്ക് ഇവിടെ എത്തുന്നു നിർഭയമായിട്ട്. ഇത് നല്ലൊരു ആഡായിരിക്കും. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ടെസ്റ്റോസ് എന്നുള്ള രീതിയിൽ പറയാം, ഏതെങ്കിലും ഒരെണ്ണം വെടിവെക്കും. MA ബേബിക്ക് അതിലൊരു വലിയ തെറ്റുപറ്റി. ഈ പ്രൊമോഷന് വേണ്ടി മുഹമ്മദ് റിയാസിനെ കൂടെ വലിയ രീതിയിൽ ഉൾപ്പെടുത്താമായിരുന്നു. റീലുകളുടെ രാജകുമാരനാണ്. അപ്പൊ ഇവരെല്ലാരും കൂടെ ഒന്ന് പോയിരുന്നേ, നമുക്കൊരു ടെസ്റ്റ് ഡോസ് ആണിത്. എന്തെങ്കിലും സംഭവിക്കാന്ന് ഇപ്പൊ സംഭവിക്കും. ഒന്നി തീവ്രവാദികൾ വരുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോവും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, കാശ്മീരിൽ വീണ്ടും പഴയതിനേക്കാളും അപ്പുറം ജനങ്ങൾ. കാരണം വിശ്വാസം, അതാണ് ശ്രീത്തെ എല്ലാം. അപ്പോൾ ഒരു വിശ്വാസത്തിന്റെ മുൻനിരയിൽ ഈ നേതാക്കന്മാർ കാശ്മീരിൽ എത്തുന്നത് നന്നായിരിക്കും. കാരണം എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇതെടുത്ത് റീലുകളാക്കിയും ആഡ് കൊടുത്തും രാജ്യാന്തരങ്ങളിൽ, അതായത് അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിപ്പിക്കണം. പ്രത്യേകിച്ച് CPM നേതാക്കന്മാർ. ഇത് ഭയങ്കര ഒരു ആശ്വാസകരമായിരിക്കും കാശ്മീർ ജനങ്ങൾക്ക്. അവർ ശരിക്കും ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിർഭയമില്ലാതെ പോരാളികൾ ഇതാ രംഗത്തേക്ക് എന്നൊക്കെ പറഞ്ഞ ടൈറ്റിലൊക്കെ കൊടുത്ത്. കാരണം CPM നേതാക്കന്മാരെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു, അവർ പോരാളി വീരന്മാരാണ്. പണ്ടത്തെ എന്തെല്ലാം പോരാട്ടങ്ങൾ ചെയ്ത് അപ്പൊ ധീര ജവാന്മാർ റീലൊക്കെ അടിച്ച് എന്ത് രസമായിരിക്കും. മിക്കവാറും കാണാതെ മോദി മിക്കവാറും അത് ചെയ്തിരിക്കും, പ്രത്യേകിച്ച് CPM നേതാക്കൾ. അതോടൊപ്പം തന്നെ ഈ നേതാക്കൾക്ക് പരസ്യമായി തന്നെ തലയിൽ മുണ്ടിടാതെ പോകാനും കഴിയില്ല. കാരണം നമുക്കറിയാം, ഈ പെഹൽഗാമിലെ ആക്രമണത്തിന് പിന്നാലെ അവിടുത്തെ ഭീകരവാദികൾക്ക് പിന്തുണ നൽകിയവരും ഭീകരവാദികളുടെ എല്ലാം വീടുകൾ വലിയ രീതിയിൽ തകർത്തിരുന്നല്ലോ. കാരണം സൈന്യം തന്നെ അത് ബോംബ് വെച്ച് തകർക്കുന്നല്ലേ, സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കുകയാണ്. കാരണം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിലെ സാധാരണക്കാരായ 26 പേരെ വെടിവെച്ചു കൊന്ന അവരെ പിന്തുണയ്ക്കുന്നവരെ വീടുകളിൽ അവർ താമസിക്കുന്ന കർശനമായ നിലപാട് എടുത്തിട്ടുണ്ട്. കാരണം ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ മോദി ഉൾപ്പെടെയുള്ള അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ ഭീകരാക്രമണം നടത്തിയവരെയും ഇവർക്ക് സഹായം ചെയ്തവരെയുമാണ് ഇനി ലക്ഷ്യമിടാൻ പോകുന്നതെന്ന് വ്യക്തമായി തന്നെ അവർ പറയുന്നതാണ് നാം കണ്ടത്. അതിന് പിന്നാലെയാണ് ഈ വീടുകൾ തകർക്കുന്നത്. ആ വീടുകൾ തകർത്തപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചപ്പോൾ ആ CPM-ന്റെ ഒരു തരിയായ ഒരു MLA ഉണ്ട് ജമ്മു കാശ്മീരിൽ. അദ്ദേഹം പറയുകയാണ് ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. MA ബേബിയും പറഞ്ഞു അങ്ങനെ ഭീകരവാദം എന്നുള്ളത് എല്ലാ മതഭീകരവാദം എന്നുള്ള രീതി പറയുന്നത് എന്തിനാണ് വീടുകൾ ഇദ്ദേഹം പറഞ്ഞ ഒരു മനുഷ്യനാണ്. മാത്രമല്ല കുറെ ഭീകരവാദികളെ അനുകൂലിക്കുന്ന കുറെ പ്രസ്താവനകൾ നടത്തിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് മെയിൻ സ്വീകരണം കാശ്മീരികൾ കൊടുക്കും, എന്തായാലും അത് ഉറപ്പാണ്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, പഹൽഗാം ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ നടത്തിയപ്പോഴും ഇവരൊക്കെ പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അവിടുത്തെ ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്തു, യുദ്ധം, കുട്ടികൾ, നിങ്ങൾക്ക് ദൂരെ നിന്ന് വരുന്നവർക്ക് യുദ്ധം എന്താണെന്നുള്ള ദൂരെ നിന്ന് കാണുമ്പോൾ അതൊരു പൊട്ടാസ് കളിയായിട്ടാണ് തോന്നുന്നത്. അടുത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് യുദ്ധം എന്താണെന്നുള്ള അറിയുന്നത് എന്നൊക്കെ പറഞ്ഞ മഹാന്മാരാണ്. ഞാൻ പറയുന്നത് ഇവരവിടെ ചെല്ലുമ്പോൾ ഒരു സംഘർഷം ഉണ്ടാകും ഇവരുടെ നേരെ. യുദ്ധം എന്ത് അല്ലെങ്കിൽ തീവ്രവാദികൾ എന്തെന്ന് ചൂടറിയേണ്ടുന്ന ഒരു സന്ദർഭമാണ്. സത്യം ഞാൻ കളിയാക്കുമല്ല, അത് ഇവർ തീർച്ചയായിട്ടും അത് അറിയണം. എന്തായാലും കാശ്മീരിലോട്ട് തന്നെ എല്ലാ മഹാന്മാരും പോകുന്നുണ്ട്. റീലുകളൊക്കെ ഇനി നമുക്ക് കാണാം. ധീര ജവാന്മാർ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് നാളെ ഒരു സമയത്ത് ഇത്തരത്തിലൊക്കെ വാർത്തകളൊക്കെ കേൾക്കേണ്ടി വരും. മാത്രമല്ല ഇതിപ്പം ഈ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് തീവ്രവാദി അവിടെയുള്ള ഹമാസിനെയൊക്കെ കൂടുതൽ ഇവർ മറ്റേ എന്തോ പറയാ കഫിയൊക്കെ ധരിച്ച് ഇവർ
ഭയങ്കര ഇത് ധരിച്ചുകൊണ്ട് വേണം പോവാൻ. എന്തായാലും ഈ ജോൺ ബ്രിട്ടാസിന്റെ പേര് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് കലിമ ചൊല്ലാൻ കഴിയുമെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ രീതിയിലുള്ള ഒരു വലിയ സംഘം തന്നെയാണ് അവിടെ സന്ദർശിക്കുന്നത്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ ഇവർ എത്രത്തോളം വില കൽപ്പിക്കുമെന്നാണ് സംശയം. കാരണം ആ ജനങ്ങളുടെ കൂടെയല്ല ഇവർ നിന്നിരിക്കുന്നത്. കാരണം ഇവർ ഈ മനുഷ്യാവകാശം പറയുന്നത് എന്താ, മരിച്ചവർക്ക് മനുഷ്യാവകാശമില്ലേ, അവിടുത്തെ നാട്ടുകാർക്ക് മനുഷ്യാവകാശമില്ലേ? തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ 370 വകുപ്പ് അവിടെ നിന്ന് പിൻവലിച്ചതിന് ശേഷം വലിയ രീതിയിൽ ആ ടൂറിസം കേന്ദ്രങ്ങൾ വളരുകയാണ്. ഈ ഒറ്റ സംഭവത്തിന് പിന്നാലെ ആ ടൂറിസം കേന്ദ്രങ്ങൾ പൂർണ്ണമായി തന്നെ ഇടിഞ്ഞിരിക്കുകയാണ്. വരുമാനം കുറഞ്ഞിരിക്കുന്നു. പല ഹോട്ടലുകളിലും ആൾക്കാർ വരുന്നില്ല, റൂമുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ആ രീതിയിലേക്കെല്ലാം മാറിയത് ആരുടെ ഇതിന്റെ ബലമായാണ്. പക്ഷെ ഈ ഭീകരവാദികൾക്കും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും മനുഷ്യാവകാശം ആവശ്യമുണ്ട്. അവർക്ക് മതം വിഷയമല്ല. പക്ഷെ ഇപ്പുറത്തെ മറുവശത്ത് വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും വേണ്ട. ഈ പഹൽഗാം ആക്രമണം നടന്നതിന്റെ ആ ദിവസം 4ാം വാർഷികമായിരുന്നു. അതിന്റെ അന്ന് അവര് ഒരു ഇത് മാറ്റി വെച്ചു. പക്ഷെ അതിന്റെ പിറ്റേ ദിവസം നമ്മുടെ മലയാളിയായ എറണാകുളത്തുള്ള ഒരു വ്യക്തി മരിച്ചു, മലയാളി മരിച്ച ആ സന്ദർഭത്തിൽ അവിടെ ആ ഒരു സംസ്കാര ചടങ്ങ് നടക്കുമ്പോഴത്തേക്ക് ഇവിടെ AKG സെന്ററിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. AKG സെന്ററിൽ പാല് വെച്ച് നടക്കുക. അതിൽ നിന്ന് തന്നെ അറിയാം ഇവരുടെയൊക്കെ മനസ്സ് എന്താണെന്നുള്ളത്. അപ്പൊ സ്വന്തം നാട്ടിലെ ഒരു മലയാളിയായ ഒരു വ്യക്തി മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പിന്നെ ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കി മാധ്യമപ്രവർത്തകർക്ക് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ പിന്നെ ചെന്ന് ഈ പറഞ്ഞോണം അവരെയൊക്കെ കണ്ടു. പക്ഷേ നമ്മൾ ചെയ്യേണ്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടായിട്ട് അവരവരുടെ 4ാം വാർഷികം ആഘോഷിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്, അവരുടെ AKG സെന്ററിന്റെ ഉദ്ഘാടനം നടത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മോദി തരിപ്പണമാക്കി അവിടവും കഴിഞ്ഞിട്ട് ഇപ്പം പോയേക്കോ ഇനി കാശ്മീരികളുടെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പോയേക്കുവാണ്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്, മറ്റുള്ള ഒരു പ്രഹസനങ്ങൾ മാത്രമല്ല. കാരണം പ്രഹസനം നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ കുറച്ച് വോട്ട് പിടിക്കണം, ഇത് തന്നെ ഇവരുടെ ഉദ്ദേശം. ഇനി അവിടെ അല്ല, അത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇവർ ഇറങ്ങി തിരിച്ചെന്ന് പറഞ്ഞാൽ എന്തായാലും ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഇവർക്ക് ലഭിക്കില്ല. കാരണം 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നമുക്ക് അറിയാവുന്നത്, അതിന് മുൻപുള്ള കോൺഗ്രസിന് മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ ഹമാസുമായി ബന്ധപ്പെട്ട് പിന്തുണ നൽകുകയും ഗാസയ്ക്ക് അനുകൂലമായി കേരളത്തിന്റെ എല്ലാ തെരുവോരങ്ങളിലും അതോടൊപ്പം തന്നെ 140 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിലും പൂർണ്ണമായി തന്നെ ഇത്തരം പരിപാടികൾ ഗാസയ്ക്ക് അനുകൂലമായും അതോടൊപ്പം തന്നെ ഹമാസിന് അനുകൂലമായും പരിപാടികൾ സംഘടിപ്പിച്ച CPM ആണ്. അത് എന്തിനു സംഘടിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇവർ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പൂർണ്ണമായി തന്നെ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനോടൊപ്പം പോയി. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ ഉടൻ തന്നെ അവർ ട്രാക്ക് മാറ്റുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഒന്നും വേണ്ട, ഈ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചത് തന്നെ ഈ SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഭീകരവാദ സംഘടനകളുടെ വോട്ട് വാങ്ങിയാണെന്ന രീതിയിലേക്ക് CPM പ്രസ്താവന നടത്തുന്നു. PV അൻവറിന് പിന്നിൽ SDP ആണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശങ്ങൾ വരുന്നു. അങ്ങനെയാണ് ഇവർ എന്തായാലും വോട്ട് ലക്ഷ്യമിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ന്യൂനപക്ഷം ഇപ്പോൾ അവർ അടുപ്പിക്കുന്നില്ല. അവർ പൂർണ്ണമായി തന്നെ UDF-നോടൊപ്പം ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത്. ന്യൂനപക്ഷം ഒന്നടങ്കം കോൺഗ്രസിനോടൊപ്പം ചേരും. പക്ഷെ അത് മറികടക്കാനാണ് ഇപ്പോൾ മദനിയെല്ലാം കൂട്ടുപിടിച്ചിറങ്ങിയിട്ടുണ്ട്. PDP-യും ചില സംഘടനകളെല്ലാം വർഗീയ ശക്തികളെല്ലാം കൂട്ടുപിടിച്ച് അവിടെ തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പോവുകയാണെങ്കിൽ അവരുടെ CPM-ന്റെ വോട്ട് ബാങ്ക് എപ്പോഴും ഈ ഭൂരിപക്ഷ സമുദായമാണ്. ഈ ഭൂരിപക്ഷ സമുദായത്തിന് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് 2024 ബന്ധപ്പെട്ട് നടന്നത്. അത് ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ പ്രീണനവും അതോടൊപ്പം തന്നെ ഈ ഗാസ പ്രേമമെല്ലാം വന്നപ്പോൾ ജനങ്ങൾ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അവർ വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ വീണ്ടും പരാജയപ്പെടുത്തും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ഒരു കാലത്ത് ഇത്തരത്തെ പാർലമെന്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വരെ നിർവഹിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയോടൊപ്പം ഒക്കെ തന്നെ ഇരുന്നിരുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. ആ പാർട്ടി അത്രയും വിപുലീകരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണച്ചിരുന്ന ഒരു വിഭാഗം ജനങ്ങളും ഇന്ന് അവർ ശോഷിച്ച് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് മാറി. ഇനിയിപ്പോൾ അടുത്ത തവണയാകുമ്പോൾ അതും പൂട്ടിക്കെട്ടും. അപ്പോൾ എല്ലാ അക്കൗണ്ടുകളും പൂട്ടി കെട്ടി ഈ പാർട്ടിയുടെ ഇനി എന്ത് തത്വവും എന്ത് നിലപാടുകളും അല്ലെങ്കിൽ എന്ത് ഇതാണ് ആര് കേൾക്കാനാണ്? ഒന്നും തന്നെ കേൾക്കത്തില്ല. ഇവരുടെ ഈ പ്രീണന രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവരുടെ ഈ നിലപാടില്ലായ്മയൊക്കെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ തീവ്രവാദ സംഘടന വേറൊന്നുമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവർ
സംഘപരിവാറിനെ കുറ്റം പറയുന്നുണ്ട്. ഇവരെന്താണ് കാണിച്ചത്? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ബംഗാളിലും മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പം ഇവരുടെ ഈ ഒരു നിലപാടില്ലാത്ത, ഇവർക്ക് വലിയ ആശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും, ഈ നിലപാടില്ലാത്ത വസ്തുതകൾ ഇനിയിപ്പോൾ കാശ്മീരിലോട്ട് ചെല്ലുന്നത് നന്നായിരിക്കും, വാങ്ങിച്ച് കിട്ടിക്കൊണ്ടിരിക്കട്ടെ, നമുക്ക് എന്തായാലും റീലുകളിലൂടെ കാണാം.